ഹായ് ഹലോ വെൽക്കം ടു കീൻസ് കൗണ്ടർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് ചിക്കനാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടറായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിനൊന്നും ആവശ്യമില്ല. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 300 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ അതും ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 15 മുതൽ 30 മിനിറ്റ് വരെയൊക്കെ വെച്ചെടുക്കാം. ഞാനിവിടെ ഒരു 30 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓവർ ക്രൗഡഡ് ആക്കരുത്. അതേപോലെ ഫ്ലെയിം ആദ്യം നല്ല ചൂടുണ്ടായിരിക്കണം. ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞൊന്ന് സെറ്റ് ആയതിനു ശേഷം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ നല്ലപോലെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ ഷാലോ ഫ്രൈ ഒന്നല്ല ചെയ്തെടുക്കേണ്ടത്, നല്ല ഫ്രൈ ആക്കി തന്നെ എടുക്കണം. എല്ലാ സൈഡും നല്ല പോലെ ഫ്രൈ ആയി തന്നെ കിട്ടണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. ഇനി നമുക്ക് ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ചെറിയ കപ്പ് ഓറഞ്ച് ജ്യൂസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ ഞാനിതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സ്റ്റേജിൽ ഞാനിവിടെ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് ആയി വരട്ടെ. ഇനി നമുക്കിതൊന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കോൺഫ്ലവർ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കലക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് തിക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കനിലേക്ക് ഈ ഒരു സോസ് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹണിയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഹണി എടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ എന്ന് വെച്ചാൽ മധുരവും എരിവും ഒക്കെ കൂടി അടങ്ങിയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ, ഹണി ചിക്കനൊക്കെ പോലെയുള്ള ഒരു ചിക്കനാണ്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രഞ്ചിയും എന്നാൽ നല്ല ജ്യൂസിയും ആയിട്ടുള്ള ചിക്കനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
പിന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ക്വീൻസ് കൗണ്ടർ ബൈ ഷാഫ് തന്നെയാണ് അതിലും. അപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ. താങ്ക് യു.